നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ്. കൊച്ചിയിൽ നിന്ന് സി ജോസഫ് കൂടി ചേരുന്നുണ്ട്. സിബി, ഇഴഞ്ഞു നിൽക്കുന്ന എൽദോസ് കുന്നപ്പള്ളിനെയും ദീപ്തി മേരി വർഗീസിനെയും ഏത് രീതിയിലായിരിക്കും സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്? വിനീഷ, എൽദോസ് പി കുന്നപ്പള്ളി ഇപ്പോഴും തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലെ കുന്നപ്പള്ളി വൈകാര്യമായിട്ട് പറഞ്ഞത് ഇന്ന് ഈ കാര്യത്തിൽ തന്റെ തീരുമാനം തന്റെ അനുയായികളുമായി സംസാരിച്ച് കൂടിയാലോചിച്ച ശേഷം പറയുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിമത നീക്കം കുന്നപ്പള്ളി നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയം വരെ കുന്നപ്പള്ളി എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല, കുന്നപ്പള്ളിയുടെ പെരുമ്പാവൂരുള്ള വീട്ടിലും മൂവാറ്റുപുഴ വീട്ടിലെല്ലാം നിലയും മാധ്യമങ്ങൾ പോയി നോക്കിയിരുന്നു. കുന്നപ്പള്ളി ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതേ സമയം തന്നെ കുന്നപ്പള്ളിയെ അന്വേഷിക്കാൻ വേണ്ടി UDF നേതാക്കൾ ഒന്നടങ്കം കുന്നപ്പള്ളിയുമായി ബന്ധപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയാണ് കുന്നപ്പള്ളിക്ക് സീറ്റ് ലഭിക്കാൻ വേണ്ടി ഏറ്റവും അധികം ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല സീറ്റ് ലഭിക്കാതെ വന്നതോടെ ഇനിയിപ്പോൾ കുന്നപ്പള്ളി വിമതനായി മത്സരിക്കുമെന്ന വാർത്തകൾ വന്നതോടെ കുന്നപ്പള്ളിയെ അന്വേഷിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇത്തരത്തിലൊരു വിമത നീക്കം പാടില്ല എന്ന് വ്യക്തമാക്കി. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനവും എടുക്കരുതെന്ന് രമേശ് ചെന്നിത്തല ഫോണിലൂടെ ആശയവിനിമയം നടത്തിക്കൊണ്ട് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നിപ്പോൾ ഈ സമയത്ത് തിരുവനന്തപുരത്തേക്ക് എൽദോസ് പി കുന്നപ്പള്ളി പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇനി ഒരു വിമതനായി അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനായി മത്സരിക്കാൻ കുന്നപ്പള്ളി ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എറണാകുളത്തെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കൊച്ചി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എറണാകുളത്തെ DCC അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ കുന്നപ്പള്ളി ആവശ്യപ്പെടുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒരു സമ്മർദ്ദത്തിലേക്ക് തന്നെ കുന്നപ്പള്ളി വീണ്ടും പാർട്ടിയെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു വിമത ശബ്ദം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം കുന്നപ്പള്ളിക്കൊപ്പമുള്ള അനുയായികൾ പറയുന്നത് കുന്നപ്പള്ളിക്ക് വേണ്ടി പരമാവധി ഞങ്ങൾ പ്രതിഷേധവും ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഹൈക്കമാൻഡ് മറ്റൊരു സ്ഥാനാർത്ഥിയെ തന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു പാർട്ടി വിരുദ്ധ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കുന്നപ്പള്ളിയോട് ചേർന്നുള്ള അനുയായികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിമത ശബ്ദം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ പോലും ഇപ്പോഴും കുന്നപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന്, കൊച്ചി നിയോജക മണ്ഡലത്തിൽ സീറ്റ് മോഹിച്ചിരുന്ന ദീപ്തി മേരി വർഗീസാണ്. ദീപ്തി മേരി വർഗീസിന് സീറ്റില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു താനൊരു വിമതയാകാനില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവിടെ സ്ഥാനാർത്ഥിയായ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ദീപ്തി മേരി വർഗീസും മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം നിലയും അസംതൃപ്തരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വൈപ്പിനിലേക്ക് പോയാൽ വൈപ്പിനിൽ മുൻ മേയർ ടോണി ചെമ്മണിയാണ് അവിടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ കൊച്ചിയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ ടോണി ചെമ്മണി വൈപ്പിൻ സ്വദേശിയല്ല. വൈപ്പിനിൽ തന്നെയുള്ള അവിടുത്തെ DCC വൈസ് പ്രസിഡന്റ് ടിറ്റു ആന്റണി അടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും വൈപ്പിൻകാരനല്ലാത്ത ഒരാളെ എന്തിന് ഈ വൈപ്പിനിൽ സ്ഥാനാർത്ഥിയൊക്കെ ആക്കി എന്നടക്കമുള്ള ചോദ്യങ്ങൾ പരസ്യമായി ചോദിക്കുന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങളും വിമത ശബ്ദവും ഉയർന്നു വരുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം സീറ്റുകൾ UDF പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അവിടെ ഇത്തരത്തിലൊരു പടലപ്പിണക്കവും ഈ വിമത ശബ്ദവുമെല്ലാം നിലയും കോൺഗ്രസിനെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ ഇവരിൽ ആരൊക്കെ വിമതരായി വരും എന്നൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണാം. എന്തായാലും ഇവരെല്ലാം നിലയും അനുനയിപ്പിക്കാനുള്ള ശ്രമം നേതാക്കളുടെ ഭാഗത്ത് തകൃതിയായി നടക്കുന്നുമുണ്ട്. വിനീഷ.